എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഒരു പ്രത്യേകതരം വീഡിയോ നമ്മുടെ മാറി വരുന്ന കാലങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതശൈലികളെക്കുറിച്ചും അതിനെ എങ്ങനെ അതിജീവിക്കാം, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നാം ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെക്കാളും അതിവേഗം നാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെക്കാളും നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ അധികമാണ്. കാരണം ഉദാഹരണം സഹിതം പറയാം, നമ്മുടെ വീട്ടിൽ ചെറിയൊരു വാട്ടർ ലീക്കേജോ അല്ലെങ്കിൽ ഒരു ബൾബ് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ പമ്പ് ചെറിയൊരു റിപ്പയർ ചെയ്യണമെങ്കിൽ എന്തിന് ഈവൻ നമ്മുടെ നാം ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ LPG ഗ്യാസ് സ്റ്റൗ അതിൻ്റെ ബർണർ വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യണം. നമ്മൾ ടെക്നീഷ്യൻസിനെ വിളിക്കണം. മിനിമം ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ 500 രൂപീസ്, അതർവൈസ് അവർ 1000 രൂപ ചാർജ് ചെയ്യും. യഥാർത്ഥത്തിൽ കഷ്ടിച്ച് 10-15 മിനിറ്റുള്ള ജോലിയാണ്. പക്ഷെ ഇവരെ കിട്ടത്തില്ല. അവർ വന്നു കഴിഞ്ഞാൽ മിനിമം സ്റ്റാർട്ട് മിനിമം ഫ്രം 500 രൂപീസ് എങ്കിലേ കിട്ടത്തുള്ളൂ. അതിലൂടെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ഈ രീതിയിൽ നമ്മുടെ ഈ എക്കണോമിക്കൽ കണ്ടീഷൻ പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് മോണിറ്റർ ചെയ്യണം. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ നാം തന്നെ ചെയ്യാൻ പഠിക്കണം. അതിനുള്ള സംവിധാനം നമ്മിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ജോലികളും, ഈവൻ ഫുൾ ക്ലീനിങ്, ഹൗസ് ക്ലീനിങ്, ദെൻ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ക്ലീനിങ് ഓഫ് ദ വെഹിക്കിൾ, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് അവർ സ്വയമേ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അവർക്ക് ഒരാളെ ഹയർ ചെയ്താൽ അവരുടെ ബഡ്ജറ്റിന് അത് എഫക്റ്റാകും. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരെല്ലാത്തിനും ഒരു ബഡ്ജറ്റ് പ്രോഗ്രാം നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഒരുവിധം ആൾക്കാർ അത് ബഡ്ജറ്റ് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഓരോ ബഡ്ജറ്റ് ഉണ്ടാക്കി അതിലാണ് അവരുടെ പ്ലാനിങ് ചെയ്യുന്നത്. അതിന് ഇൻഷുറൻസിന് ഇത്ര, ഫുഡ് സ്റ്റഫിന് ഇത്ര, ഫീസിന് ഇത്ര, ഓരോരോ കാൽക്കുലേഷൻസ് ഉണ്ട്. അത് പ്ലാൻ ചെയ്ത് പോകുന്നവർ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ പ്ലാനിങ് ഒന്നുമില്ല, വരുന്നത് പോലെ വരട്ടെ, ചെയ്യുന്നത് ചിലവാകുന്നതിലായിക്കോട്ടെ. പക്ഷെ എപ്പോഴും ചെയ്യേണ്ടത്, ഒരു വർഷം നമ്മുടെ വീട്ടിന് എന്തായാലും കുഞ്ഞു മെയിൻ്റനൻസ് ചാർജസൊക്കെ വരും. ആ മെയിൻ്റനൻസ് എന്ത് തന്നെ ഇറ്റ് വിൽ ഗോ സംതിങ് 1000, 2000, 5000 സംതിങ് ലൈക്ക് ദിസ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ പരിശ്രമിച്ചാൽ. നമുക്ക് ഇനി കറക്റ്റായിട്ടുള്ള വിഷയത്തിൽ കിടക്കാം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കുട്ടികൾ പഠിക്കുന്നവരാണ്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇവരെ സ്വന്തം വീട്ടിലെ കുഞ്ഞു വർക്കുകൾ ചെയ്യാൻ ഇവരെ നമ്മൾ പ്രാപ്തരാക്കണം. അതിനുള്ള സാഹചര്യം പേരൻസാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനാദ്യപടിയായി ചെയ്യേണ്ടത് ഇവർക്ക് ചെറിയൊരു ടൂൾ കിറ്റ് സംഘടിപ്പിച്ച് കൊടുക്കുക. ഒരു ടൂൾ കിറ്റ്സ് എന്താ, ആ കിറ്റ് വാങ്ങാൻ എന്തായിരുന്നു, ഒരു ടൂൾ കിറ്റാണെങ്കിൽ അതിന് ഏതാണ്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നത് സേ അബൌട്ട് ഒരു 500 രൂപീസ്